ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്വാതന്ത്ര്യ സീരിയൽ ഇനിയും വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഹൈ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളൂ. നമ്മുടെ സീരിയലിൻ്റെ ഇനിയും വരാൻ പോകുന്ന ഏറ്റവും നല്ല ഒരു ഭാഗമാണ് ഞാനിവിടെ നാളത്തേനായിട്ട് കാണാൻ പോകുന്നത്. അതിന് വേണ്ടി പോകുന്നത് ഇത് സെയിം തന്നെയാണ് നമ്മുടെ തമിഴിലുള്ളത്. അങ്ങനെ നമ്മുടെ അനു എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്, ഇവൻ ഏത് പെണ്ണുങ്ങളുടെ കൂടെ വേണമെങ്കിലും പോട്ടെ, ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഗോമതിക്കും ആര്യനും ഒക്കെ ആകെ ഷോക്കായി പോവുകയാണ്. മിത്രയ്ക്കും മീനാക്ഷിക്കും വല്ല ഷോക്കില്ല, കാരണം സത്യങ്ങളൊക്കെ അവർക്കറിയാലോ. അങ്ങനെ ആര്യനും ഗോമതിയും പരസ്പരം മുഖത്ത് നോക്കുകയാണ്. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലോചിച്ച് രാജശ്രീ വന്ന അനുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. സ്വന്തം ഭർത്താവിന് വേറൊരുത്തരുടെ കൂടെ ബൈക്കിൽ പോയെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സഹിച്ചില്ല, അതല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളെ വേറൊന്നുമല്ല, അവൻ വല്ല പെൺകുട്ടികൾക്കും ലിഫ്റ്റ് കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് അവനെ പരിചയമുള്ള പെൺകുട്ടിയായിരിക്കും. അല്ലാതെ നിൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു അവിഹിതവും എൻ്റെ അലോകിനില്ല. അവൻ അങ്ങനത്തെ ഒരു പെണ്ണ് കേസിൽ ഇല്ല മോളെ, മോൾക്കും അതറിയാവുന്ന കാര്യമല്ലേ. അപ്പോഴേക്കാണ് പറയേണ്ട അപ്പച്ചി, ഞാൻ പറയാൻ പോകുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, എല്ലാം ഞാൻ തുറന്നു പറയാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയാണ്. ഇവൻ ആരുടെ കൂടെ പോയാലും എനിക്കൊരു പ്രശ്നമില്ല, ഒരു മണ്ണാങ്കെട്ടുമില്ല, ഒരു ചുക്കുമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇവൻ എൻ്റെ ഭർത്താവല്ല എന്ന് പറയുകയാണ്. നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് രാജശ്രീ ചോദിക്കുമ്പോൾ, അതെ അപ്പച്ചി, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇവൻ കെട്ടിയ താലിയല്ല, എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഞാൻ തനിയെ കെട്ടിയ താലിയാണ്. ഇത് കേട്ട ആര്യനും ആകെ ഷോക്കായിട്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏട്ടാ? അറിയാനായിട്ടെങ്കിലും ഏട്ടന് ഒരുപാട് അറിയാനുണ്ട്. എന്നാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അവിടേക്ക് ബാലനും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അനു അങ്ങനെ ആ നടന്ന സംഭവങ്ങൾ തുറന്നു പറയുകയാണ് എല്ലാവരുടെ അടുത്തും. അന്ന് അങ്ങനെ എൻ്റെ വിവാഹം മുടക്കണം എന്നും ജീവൻ്റെ വീട്ടുകാരെ മുമ്പിൽ നാണം കെടുത്തണം എന്നും എൻ്റെ കൂടെ ഒരു ദിവസം ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് ഉണ്ടാക്കണം, അതിനു വേണ്ടി മാത്രമാണ് ഇവനെ തട്ടിക്കൊണ്ടുപോയത്. അല്ലാതെ ഇവന് എന്നോട് പ്രണയമൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ഇവനോട് പ്രണയം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ, പിന്നീട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവൻ അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇവന് നമ്മുടെ ശത്രുത അതായിരുന്നു. കുടുംബത്തിൽ തമ്മിൽ ശത്രുത കൂട്ടാൻ വേണ്ടി മാത്രമാണ് എന്നെ ഉപയോഗിച്ചത്. അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇവിടെയുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതാണ്. ഇവിടെയുള്ള സ്നേഹമെല്ലാം ഞാൻ ഉപേക്ഷിച്ചതാണ്. അതിന് ശേഷമാണ് വിവാഹം മുടക്കാൻ വേണ്ടി എന്നെ തട്ടിക്കൊണ്ടുപോയ ജീവൻ എന്നോട് എന്തോ പറഞ്ഞു എന്നറിയാമോ? പിറ്റേ ദിവസം രാവിലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കും, നിൻ്റെ വിവാഹം മുടങ്ങും, വീട്ടുകാർ നാണം കെടും. അതിനുശേഷം ഞാൻ ആ അമേരിക്കക്കാരെ വിവാഹം കഴിക്കും. കോടിച്ചിരി ഒരേ ഒരു മകൾ, അച്ഛനും അമ്മയ്ക്കും അവളെ വിവാഹം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കും. അങ്ങനെ ഇവൻ മാത്രം സുഖിച്ച് ജീവിക്കണ്ട, അതിനു വേണ്ടിയാണ് അവൻ്റെ കയ്യിലുള്ള താലി അവൻ പോലും കാണാതെ കാറിൻ്റെ പിറകിലിരുന്ന് എൻ്റെ കഴുത്തിൽ ഞാൻ തന്നെ കെട്ടിയതെന്ന് പറയുകയാണ്. പിന്നീട് ഇവിടെ ഓരോരോ കാര്യങ്ങളും ഞാനായിട്ട് തുറന്നു പറഞ്ഞതാണ്. അതിന് അലോകിന് ഒരു ഒരു ബന്ധവുമില്ല, ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത കഥ മാത്രമാണിത്. ഇവൻ എൻ്റെ ഭർത്താവേ അല്ല, നിയമപരമായിട്ടുമല്ല. അതുപോലെ തന്നെ കഴുത്തിൽ കെട്ടിയ താലി ഇവൻ കെട്ടിയതുമല്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഗോമതിക്കാണെങ്കിൽ ഷോക്കും ആവാട്ടം. എൻ്റെ ഈശ്വരാ, ഇത്രയും ഷോക്ക് ആവാതിരിക്കുമോ? ആരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ കേട്ടതെന്ന് പറയാത്ത? ഈ കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ ഇത് ഇപ്പോൾ ആരോടും പറയണ്ടെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ടാണ് മീനാക്ഷിയും മിത്രയ്ക്കും ഒക്കെ ഈ സംഭവങ്ങൾ അറിയാലോ. അപ്പോൾ അവരോട് ചോദിക്കുക, എന്താ നിങ്ങൾ ഇതൊന്നും പറയാത്ത, സത്യങ്ങളൊന്നും പറയാത്ത? അത് മീനാക്ഷി
മീനാക്ഷി മിത്രൻ പറയുകയാണ്, ഇവിടെ ആരും അറിയരുതെന്ന് അവൾ പറഞ്ഞു. അവിടെ എല്ലാവരും പിരിഞ്ഞു പറയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയായിട്ടും പറയാത്തതെന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോവുകയാണ്. അനു തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് പോകുന്നുണ്ട്. കൃഷ്ണമംഗലത്ത് എത്തിയ അനുവിനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ നന്ദിതയും ചോദിക്കുന്നുണ്ട്, രാജശ്രീ മുത്തശ്ശിയും ഒക്കെ ചോദിക്കണം, മോളെ നീ വെറുതെ പറഞ്ഞതല്ലേ, അവിടെ പ്രശ്നം വഷളാക്കാതെ വെറുതെ പറഞ്ഞതല്ലേ, നിൻ്റെ കഴുത്തിൽ താഴെ കെട്ടിയ അലോക് തന്നെയല്ലേ നിൻ്റെ ഭർത്താവല്ലേ? അലോക് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞത് ഇതെല്ലാം തന്നെ സത്യമാണ്. ഇവൻ എൻ്റെ ഭർത്താവല്ല, ഇവൻ എൻ്റെ കുടുംബക്കാർ തമ്മിലുള്ള വാശിയും വഴക്കും ദേഷ്യവും തീർക്കാൻ വേണ്ടി മാത്രമാണ് ഇവൻ എന്നെ തട്ടിക്കൊണ്ടുപോയത്. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾ അങ്ങനെ പ്രണയത്തിലല്ല. ശേഷം ഇവന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ താലി ഞാൻ തന്നെ എടുത്ത് എൻ്റെ കഴുത്തിൽ അണിഞ്ഞത്, അല്ലാതെ ഇവൻ എൻ്റെ ഭർത്താവല്ല എന്ന് അനു പറയുകയാണ്. അതിനുശേഷം ബാലനോടും നമ്മുടെ ഗോമതി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മോളുടെ ജീവിതം, അവൾ നമ്മുടെ മാനം കാക്കാൻ, അതുപോലെ തന്നെ അവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയായിട്ട് അങ്ങനത്തെ ഒരു തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് ഈ ബുദ്ധിയുള്ള പെണ്ണാണെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുമോ? അല്ലെന്നുണ്ടെങ്കിൽ അലോക് വേറെ സൂചിച്ച് ജീവിച്ചിട്ട് നമ്മുടെ പേര് ദോഷമായി കഴിയില്ലേ? അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തത് നമുക്ക് ഇതിന് എന്തെങ്കിലും ചെയ്യണം ബാലേട്ട എന്ന് ഗോമതി പറയുമ്പോഴാണ് ബാലൻ നമ്മുടെ അനുവിനെ വിളിച്ചുകൊണ്ട് തിരിച്ച് ദേവമംഗലത്തേക്ക് വരുന്നത്. അത് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ്. അതുപോലെ ദേവമംഗലത്ത് എത്തിക്കഴിയുമ്പോഴേക്കും ബാലനൊരു സമാധാനം ഇല്ല. കാരണം തൻ്റെ മോൾ തെറ്റ് ചെയ്തിട്ടില്ല, തൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നാട്ടുകാർക്ക് അറിയിക്കണ്ടേ? അതിന് വേണ്ടിയാണ് ബാലനൊരു മൈക്ക് സെറ്റൊക്കെ ഒന്ന് ഒപ്പിക്കുകയാണ്. അത് പണ്ടേ ഉള്ളതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിൽ കൂടെ വിളിച്ചു പറയുകയാണ്, നാട്ടുകാർക്കായിട്ട് വിളിച്ചു പറയുകയാണ്, എൻ്റെ മോൾ അനുശ്രീ ഒരിക്കലും അലോകിനെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ് മൈക്കിൽ കൂടെ. അപ്പോൾ ഈ നാട്ടുകാരും കുറേ പേര് ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അവിടെ നാട്ടുകാരനെ ഉദ്ദേശിച്ച അടുത്ത വീട്ടുകാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ആൾക്കാർ എന്ന് പറയുന്നത് ഈ ജീവൻ്റെ വീട്ടുകാരായിട്ട് കുറച്ചൊരു അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ ആ ജീവൻ്റെ വീട്ടുകാർ സംഭവങ്ങളൊക്കെ പറയുകയാണ്. ആ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളായിരുന്നു അന്ന് നിങ്ങളുടെ വിവാഹ സമയത്ത് ഇതൊക്കെ നടന്നിരുന്നത് എന്ന് ജീവൻ്റെ വീട്ടിൽ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ജീവനും വീണ്ടും അനുവിനോട് ഒരു വലിയൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആവാട്ടോ. ജീവൻ അമ്മ കൊച്ചു അതിനുള്ള ദേഷ്യവും ഒക്കെ മാറുവാട്ടോ. അപ്പോൾ ജീവൻ പറയുകയാണ് അച്ഛനോടും അമ്മയോടും അടുത്ത എനിക്ക് അനുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു അവളെപ്പോലത്തെ ഒരു പെൺകുട്ടി ഒരിക്കലും തെറ്റായ തീരുമാനം എടുക്കില്ലെന്ന് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനുശ്രീക്കും മരുമകളോട് കൂടെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ജീവൻ്റെ അച്ഛനും അമ്മയും പറയുകയാണ്. ദിവസം തന്നെ ജീവനും അമ്മയും കൂടി ജീവനും അമ്മയും കൂടി നേരെ ബാലനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. ആദ്യം കടയിൽ പോകും, കടയിലില്ലെന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലെത്തുമ്പോഴേക്കും ബാലൻ വാ കയറി ഇരിക്കുക അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് പറയുന്നുണ്ട്, ജീവൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും നല്ല സമയമില്ല, ഞങ്ങൾ നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റായിട്ട് വന്നതാണ്. അനുമോൾ ഇവിടെയാണോ അവിടെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ ഉണ്ട് എന്ന് പറയണം. അനുമോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അനു വരുന്നുണ്ട്. അനുവിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നാട്ടെ ജീവനെ അമ്മേനെയും ഫേസ് ചെയ്യാനായിട്ട്. അവരോട് അനു ആദ്യം തന്നെ മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും മനഃപൂർവ്വമല്ല ഒന്നും ചെയ്താൽ നിങ്ങളെ ചതിക്കണമെന്ന് എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനു അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ജീവൻ്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, വിവാഹ സമയത്ത് എന്തൊക്കെയാണ് നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ മോനും ഞങ്ങളുടെ വീട്ടുകാരും ഒരാഗ്രഹമുണ്ട്, അനുവിനെ മരുമകളായിട്ട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് പറയുകയാണ്. അത് ബാലനും ഗോമതിക്കും ചെറിയ സന്തോഷമൊക്കെ ആകുന്നുണ്ട്. കാരണം നല്ല വീട്ടുകാർ ആയതുകൊണ്ടല്ലേ അവർ വീണ്ടും വന്നത്. അന്നൊരു തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ ഉണ്ടായി, ചെറിയ പ്രശ്നം ഉണ്ടായി, പക്ഷേ സത്യം മനസ്സിലാക്കി അവർ തിരിച്ചു വന്നല്ലോ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ജീവൻ പറയാം, അതെ അങ്കിളെ, എനിക്ക് അനുവിനെ അത്രമാത്രം ഇഷ്ടമാണ്, അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, എനിക്ക് അവളോട് ഒരു ദേഷ്യവും മുമ്പും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല അങ്കിളെ, സമ്മതമാണെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും സമ്മതമാണെന്നുണ്ടെങ്കിൽ അങ്കിൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ജീവനും അമ്മേനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഗോമതിയും ബാലനും ഭയങ്കര സന്തോഷമാണെന്നുണ്ടെങ്കിൽ അനുവിൻ്റെ തീരുമാനം ചോദിക്കണമല്ലോ. അനു എത്രയും നാൾ അവരെ ഒന്ന് അനുഭവിച്ചത്. അപ്പോൾ അനുവിനോട് ചോദിക്കാം, ബാലൻ മോളെ അവർ വന്ന് നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ജീവന് വീണ്ടും താല്പര്യമാണെന്ന് പറയാനാണ് അവർ വന്നത് എന്ന് പറയുമ്പോൾ അനു
ചോദിക്കുന്നു. അനുവിനോട് ചോദിക്കാം നിൻ്റെ അഭിപ്രായം എന്താണ്, അതുപോലെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് ഗോമതിയും ബാലനും പറയാണ്. അപ്പോൾ അനു പറയുന്നുണ്ട് വേണ്ട അച്ഛാ, അത് ശരിയാവില്ല, ഞാൻ കുറച്ച് നാൾ ഒറ്റയ്ക്ക് ഒന്ന് കഴിഞ്ഞോട്ടെ, എനിക്കിപ്പോൾ കല്യാണം കാര്യങ്ങളും ഒന്നും നോക്കണ്ട, അത് നോക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ തന്നെ അച്ഛനോട് പറയാം. അച്ഛാ എനിക്കറിയാം എൻ്റെ അച്ഛൻ ഏറ്റവും നല്ല ആലോചന തന്നെ എനിക്ക് വേണ്ടി കൊണ്ടുവരുള്ളൂ എന്ന്. അപ്പോൾ അതുവരെ അച്ഛൻ എനിക്ക് സമയം തരണം, എനിക്കിപ്പോൾ നോക്കണ്ട അച്ഛാ, പ്ലീസ് അച്ഛാ, എനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അപ്പോൾ ശരി മോളെ, എനിക്ക് നിൻ്റെ അവസ്ഥ മനസ്സിലാവും, ഞാൻ ജീവൻ്റെ വീട്ടിൻ്റെ അകത്ത് വിളിച്ചു പറഞ്ഞോളാം, ഇപ്പോൾ നിനക്ക് കല്യാണം ഇപ്പോൾ നോക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ്. അതിനുശേഷം ജീവൻ വിളിച്ച ബാലൻ പറയുന്നുണ്ട് അവൾക്കിപ്പോൾ വിവാഹത്തോട് വലിയ താല്പര്യം തോന്നുന്നില്ല, ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായ പെൺകുട്ടിയല്ലേ, അപ്പോൾ അവൾക്ക് ഇപ്പോൾ കല്യാണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജീവൻ പറയുന്നുണ്ട് അവൾ എപ്പോഴാണോ കല്യാണത്തിന് സമ്മതിക്കേണ്ടത് എപ്പോഴെങ്കിലും എന്നെ വിളിച്ച് എന്ന് പറയുമ്പോൾ മോൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, മോൾക്ക് മോനെ നല്ലൊരു ജീവിതം വരികയാണെങ്കിൽ മോൾ സമ്മതിച്ചിട്ട് ആ വിവാഹം കഴിക്കണം എന്നൊക്കെ ബാലൻ പറയുകയാണ് ജീവനോട്. ജീവൻ പറയട്ടെ അങ്കിളെ, ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കണ്ട പെൺകുട്ടി അനുവാണ്, എനിക്ക് അവളെ എത്രമാത്രം ഇഷ്ടമായിട്ടുണ്ടെന്ന് എൻ്റെ ഭാര്യയായിട്ട് കണ്ട പെൺകുട്ടി അനുവാണ്. അപ്പോൾ അവൾക്കൊരു കല്യാണം അവൾ ഒന്നും ഓക്കെ ആകുമ്പോൾ എന്നെ ഒന്ന് വിവരം അറിയിച്ചാൽ മതി, അത്രയേ ഉള്ളൂ, അല്ലാതെ ഞാൻ കാത്തിരിക്കണം എന്നൊന്നും വിചാരിക്കണ്ട എന്ന് ജീവൻ പറഞ്ഞു. അപ്പം വെക്കുന്നുണ്ട് കേട്ടോ, ഫോൺ വെക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ബാലന് കുറച്ചുകൂടി ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ജീവനോട്. കാരണം എത്രമാത്രം നല്ല പയ്യനാണ്, അങ്ങനെ ഒരു വിഷയം അവിടെ അങ്ങോട്ട് തീരുകയാണ്, പിന്നെ ജീവനെ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ തമിഴിൽ കണ്ട ഭാഗമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.